നമുക്കിന്ന് 4th സ്റ്റാൻഡേർഡിലെ EVS സെക്കൻഡ് ചാപ്റ്റർ റിവിഷൻ ചെയ്ത് നോക്കാം. ദ ലെസൺ ദ ലീവ് ടു ഹാസ് ടു സേ. അപ്പോൾ നമുക്ക് രണ്ട് തരം റൂട്ടാണുള്ളത്. എന്തൊക്കെ റൂട്ടാണ്? ടാപ്പ് റൂട്ട്, ഫൈബ്രോസ് റൂട്ട്. ടാപ്പ് റൂട്ടിന് ഏത് എക്സാമ്പിളായിട്ട് വരിക? മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ടീ, കാഷ്യൂ, റോസ്, പീ, ഹിബിസ്കസ് അങ്ങനെ ഒക്കെ വരും. അതെങ്ങനെ നമുക്കറിയാം? ടാപ്പ് റൂട്ടിൻ്റെ ഇലയുടെ വെനേഷൻ എങ്ങനെയായിരിക്കും? റെട്ടിക്കുലേറ്റ് വെനേഷൻ ആയിരിക്കും. നെറ്റ്വർക്ക് ലൈക്ക് വെനേഷൻ ഈസ് കോൾഡ് റെട്ടിക്കുലേറ്റ് വെനേഷൻ. അതിന് എത്ര കോട്ടിലേഡോൺ ഉണ്ടാവും? 2 കോട്ടിലേഡോൺ ഉണ്ടാവും. ഡൈകോട്ട്സ് ആണ്. അടുത്തത് ഫൈബ്രോസ് റൂട്ട്. ഫൈബ്രോസ് റൂട്ടിന് എന്താണ് എക്സാമ്പിൾ? ബാംബു, ഗ്രാസ്, ജിഞ്ചർ, മൈസ്, പാട്ടി, കോക്കനട്ട് എക്സെട്ര അങ്ങനെയുള്ളതൊക്കെ എന്തിലാണ് വരിക? ഫൈബ്രോസ് റൂട്ടിൽ. അതായത് ഇങ്ങനെ ഇത് മേലെ കാണിച്ചിരിക്കുന്ന റൂട്ടിൽ തിങ്ങി നിറഞ്ഞ റൂട്ടായിരിക്കും ഫൈബ്രോസ് റൂട്ടിൻ്റെ. അതിൻ്റെ ലീഫിൻ്റെ വെനേഷൻ പാരലൽ വെനേഷൻ ആയിരിക്കും. ഒരു കോട്ടിലേഡോൺ മാത്രമേ അതിനുണ്ടാവുകയുള്ളൂ. അതാണ് മോണോകോട്ട്സ്. ഇത്രയേ ഉള്ളൂ ഈ ലെസൺ. പിന്നെ പഠിക്കാനുള്ളത് ഇതിൽ ആദ്യം എന്താ വരിക? ഒരു സീഡ് ജെർമിനേറ്റ് ആവുമ്പോൾ ആദ്യം അതിൽ നിന്നും വരുന്ന ഭാഗമാണ് അതിൻ്റെ റൂട്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇതിൽ ഏകദേശം ഈ ലെസൺ കംപ്ലീറ്റ് ആയി. അതായത് നമ്മുടെ ഒരു സീഡിൽ നിന്നും ആദ്യം വരുന്ന റൂട്ടാണ് എന്ത്? റാഡിക്കൽ എന്ന് പറയുന്നത്. ആദ്യം വരുന്ന സ്റ്റെമ്മിനെയാണ് എന്ത് പറയുക? ലെമോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെസണിൽ ആകെ ഓർത്ത് വെക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ലെമോൾ എന്താണ്, ഒന്ന് റാഡിക്കൽ എന്താണ്. ആദ്യം വരുന്ന റൂട്ടാണ് റാഡിക്കൽ, ആദ്യം വരുന്ന സ്റ്റെമ്മാണ് എന്ത്? ലെമോല്. പിന്നെ ഓർക്കേണ്ടത് എന്താണ്?